RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളപ്പോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂളിലെ കളിയാണ് കേട്ടോ. ഇന്നലെ നടന്ന മാഞ്ചസ്റ്റർ വിസസ് ലിവർപൂൾ മത്സരത്തിലാണ് 9 വർഷങ്ങൾക്ക് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഫീൽഡ് വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത കളി കേട്ടോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആ ക്ലബിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത പറഞ്ഞാൽ ഏതൊരു ചെറിയ ടീമിലും തോൽക്കും, എത്ര വലിയ ടീമിനെ വേണമെങ്കിൽ തോൽപ്പിക്കും എന്നുള്ള കാര്യമാണ്. ഈ സീസണിൽ ഇപ്പൊ ലിവർപൂളിന്റെ 4ാമത്തെ കണ്ടിന്യൂസ് ഒരു റോയിലുള്ള തോൽവിയാണിത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് 3 ടീമും ചാമ്പ്യൻസ് ലീഗില് ഒരു ടീമും സൗത്ത്ഹാംപ്ടണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, പിന്നെതാ ഗലാറ്റസറായില് ചാമ്പ്യൻസ് ലീഗിൽ തോറ്റു. അപ്പൊ ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പൊ തോറ്റിരിക്കുന്ന 3 കളി 2-1 പരാജയപ്പെട്ടിരിക്കുന്നത് ലിവർപൂൾ. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയറിൽ ഇപ്പൊ അതിന് മുമ്പും 4 മത്സരങ്ങളെ 2-1 പരാജയപ്പെടുന്നത്. അതിന് മുമ്പ് ജയിച്ച മത്സരം 2-1. അപ്പൊ ഈ ഒരു 2-1 ഇപ്പോ മറ്റേ ലിവർപൂളിന്റെ ഒരു സ്റ്റീക്കായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ലിവർപൂളിന്റെ കഷ്ടകാലാണ് ഈ സീസണിൽ ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മില്യൺസ് ചെലവാക്കിയിട്ടാണ് അവർ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നെട്ടിച്ചിട്ട് കുറെ ശേഷം അടുത്ത ട്രാൻസ്ഫർ ഇപ്പോ ഫ്ലോറിയൻ വിർട്സ്, ഇസാക്ക്, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അറിയാം, കഴിഞ്ഞ പ്രാവശ്യം മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്താണ് പറ്റിയത് അതാണ് ഇപ്രാവശ്യം ലിവർപൂളിനെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന് 2 റീസൺ ആണുള്ളത്. ഒന്ന് എന്താ പറയാൻ പറ്റുമോ, എന്താ ഈ സീസണിൽ ഇപ്പൊ ലിവർപൂളിന്റെ ഈ കഷ്ടകാലത്തിന് 2 കാരണങ്ങളാണ് ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കിയത്. അപ്പൊ എന്തൊക്കെയാന്ന് പറയാൻ പറ്റും? അതന്നെ ഒരു കാര്യം ഈസിയാണ്, ഡിയോഗോ ജോട്ടയുടെ മരണമായിരിക്കും. ഡിയോഗോ ജോട്ടയുടെ മരണം പ്ലേയേഴ്സിന്, അവരുടെ സ്ഥിരമായിട്ട് കളിച്ച പ്ലേയേഴ്സ് മുഹമ്മദ് സാല, വാൻ ഡൈക്ക്, അങ്ങനെ അല്ല, അവര് വരുന്നതിന് മുമ്പുള്ള അവരുടെ കൂടെ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ ഒരു ഇമോഷണലി ആ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് അതൊരു ഫീലിംഗ് ഉണ്ടാവും. അത് വാൻ ഡൈക്ക് തന്നെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക റെഹാൻ? രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാല്, മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, അവര് പുതിയ പ്ലേയേഴ്സിനെ അങ്ങനെ ക്ലബിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവർക്ക് പഴയ പ്ലേയേഴ്സും അവരുടെ പ്ലേ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. പക്ഷേ ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചു വരവാണ് കാണുന്നത്. 2ാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ആഴ്സണലാണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ ആഴ്സണൽ ഈ സീസണിലെങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തൂക്കുമെന്ന് അപ്പൊ ഈ ഒരു കാരണം നമുക്ക് ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് ബാധിച്ചിട്ടില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് പുതിയ കുറെ സൈനിങ് ഉണ്ട്. പഴയ പ്ലേയേഴ്സ് ആയിട്ട് മുഹമ്മദ് സാല, അതേപോലെ മെക്കാലിസ്റ്റർ, വാൻ ഡൈക്ക്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരും മറ്റേ ഇസാക്ക്, പുതിയ പ്ലേയേഴ്സും ഈ പഴയ പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് വർക്ക്ഔട്ട് ആകാൻ കുറച്ച് ചിലപ്പോൾ ഒരു ടൈം എടുത്തു. ഇപ്പൊ ബ്രിഡ്ജിനെയൊക്കെ സൈൻ ചെയ്തിട്ട് ഇപ്പൊ എല്ലാവരും വേസ്റ്റ് സൈനിങ് ആണ്. അതേപോലെ ഇസാക്കിനെയൊക്കെ എന്തിനാണ് ഇത്ര മണി വേസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ എന്താ അതിനുള്ള പൊട്ടൻഷ്യൽ അവർ കാണിച്ചു തുടങ്ങിയിട്ടില്ല. അതെന്താന്ന് പറഞ്ഞാൽ, ചിലപ്പോ ഈ ഒരു സീസൺ തന്നെ എടുത്തുനിന്ന് വരും, ചിലപ്പോൾ ഈ സീസണിന്റെ പകുതിയോടുകൂടി അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയത് ലിവർപൂളാണ്. അപ്പോ ലിവർപൂളിന്റെ കളി ഇന്ന് കണ്ടു. ഫസ്റ്റ് കളി തുടങ്ങിയപ്പോ തന്നെ നെട്ടിച്ചുകൊണ്ട് ആൻഫീൽഡിനെ വിറപ്പിച്ചുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരെന്ന് ഗോൾ അടിച്ചത്? എംബുമോ. അത് ചങ്ങായിയുടെ അസിസ്റ്റിലാണ്. ചങ്ങായിയുടെ അസിസ്റ്റില് ബൊമോ ഗോൾ അടിച്ചത് നെട്ടിപ്പോയതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരും പ്രതീക്ഷിച്ചില്ല. ലിവർപൂൾ കളി കാണാൻ വേണ്ടി ഇട്ടുമ്പോഴേക്കും ഒരു ഗോളിനും മുന്നിലാണ് നിൽക്കുന്നത്. നെട്ടിപ്പോയി. അത് മാത്രല്ല, പിന്നെ എല്ലാരും വിചാരിച്ചു ഇന്നും യുണൈറ്റഡ് തോൽക്കുന്നു പറഞ്ഞിട്ട്. ഒരു 9-10ാമത്തെ വർഷം ആക്കാന്നിട്ട് ലിവർപൂൾ വെയിറ്റ് 9 വർഷത്തിൽ തന്നെ നിർത്തി. അപ്പോ എന്തായാലും നല്ലൊരു ഇതായിരുന്നു. അതിനുശേഷം 70 സംതിങ് മിനിറ്റിലാണ് ഗാക്പോയിലൂടെ ലിവർപൂൾ തിരിച്ചെത്തി. അപ്പൊ അതെ, ആള് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടാണ് ഗോൾ അസിസ്റ്റ് കൊടുക്കുന്നത്. അതിന്റെ മുമ്പായിട്ട് ഗ്യാക്പോനെ അൺലക്കി ആയിരുന്നു. 2 ഷോട്ട് എടുത്ത് 2ഉം ക്രോസ് ബാറിൽ പോയി തട്ടി. 2 ഷോട്ടുകൾ ക്രോസ് ബാറിൽ തട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ ലിവർപൂളിന്റെ കഷ്ടകാലമാണ്. അതേപോലെ ഇസാക്കൊക്കെ ഇന്നത്തെ പറഞ്ഞാൽ എത്ര ബിലോ ആവറേജ് പറഞ്ഞാൽ അത്രയും മോശം പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ വാൻ ഡൈക്ക്, ഇവരൊക്കെ ഇന്നത്തെ പെർഫോമൻസ് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. ലിവർപൂളില് അത്രയും മോശം പെർഫോമൻസ് ആണ് ഇന്ന് പരമാവധി ആൾക്കാരൊക്കെ കാഴ്ചവെച്ചത്. അങ്ങനെ 1-1 സമനിലയിൽ പോയിക്കൊണ്ടിരിക്കും. ആൻഫീൽഡിൽ എന്തായാലും ലിവർപൂളിന് ഒരു വിജയം അനിവാര്യമാണ്. അപ്പൊ ലിവർപൂൾ ഗോളിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആകെ 2-3-4 ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ റോക്കറ്റ് വിട്ട് പോലെ പോകുന്നുണ്ട്. അപ്പോ അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയ ഗോൾ എത്താണ്. ആരാ ഗോൾ അടിച്ചത്? ഹാരി മഗ്വയർ. 2ാമത്തെ കളിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഈ സീസണിൽ രക്ഷകനായിട്ട് എത്തുന്നത്. ഇന്നലെ ബാഴ്സലോണയ്ക്ക് വേണ്ടി അറോഹോ രക്ഷകനായി എത്തിയ പോലെയാണ് ചങ്ങായി ഇന്ന് ഇതെന്താ എല്ലാ ഡിഫൻഡർമാരും സ്ട്രൈക്കർ റോളിൽ കളിക്കുന്നത്. അപ്പൊ
ഇതിനു മുമ്പ് തന്നെ ഓൺ ടാർജറ്റിലേക്ക് നമ്മുടെ ഫസ്റ്റ് ഗോൾ അടിച്ച എംബുമോ ഒരു ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗോള് സേവ് ചെയ്ത് ആ ബോൾ തട്ടിത്തെറിപ്പിച്ചാണ് അത് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ കയ്യിലാണ്. ഫെർണാണ്ടസ് ജസ്റ്റ് ആ ബോളിന് അതേപോലെ ക്രോസ് നിലത്ത് കൊടുക്കില്ല, അതേപോലെ ക്രോസ് കൊടുത്ത് ആ ക്രോസ് കറക്റ്റ് ആയിട്ട് ഹാരി ഹെഡ് ചെയ്തിട്ട് വല്ലുള്ളിലേക്ക് കൊടുക്കുമ്പോ ടോട്ടലി സൈലന്റ്. ആൻഫീൽഡ് മൊത്തത്തില് സൈലന്റ് ആയി. ഇങ്ങനെ ഈ ഒരു സൈലന്റ് അങ്ങോട്ട് നിർത്തിപ്പിച്ചു. എന്താ പറഞ്ഞാല് ഈ അടുത്ത കളികളൊക്കെ അവര് ലിവർപൂൾ തോറ്റിട്ടുണ്ടെങ്കിൽ എവേ മത്സരങ്ങളായിരുന്നു. ഇത് ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് തോൽപ്പിച്ചിരിക്കണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടീമിനെ കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സും ഇവിടുന്ന് ഗോൾ കീപ്പർ മുതൽ അവരുടെ എല്ലാ പ്ലേയേഴ്സും, എനിക്ക് ആ കുറച്ച് മോശമായിട്ട് തോന്നിയത് നമ്മുടെ മാത്യു കുഞ്ഞാണ്. മാത്യു കുഞ്ഞിന്റെ കുഞ്ഞ് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാ പ്ലേയേഴ്സും എ ടു സെഡ് നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ലിവർപൂൾ ശരിക്കും നേരെ തിരിച്ചാണ് വേണ്ടത്. അന്ന കളി നേരെ ഓപ്പോസിറ്റ് ആയി പോയി ഇന്നത്തെ കളി. അപ്പൊ എന്തായാലും ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാല് 19 ഷോട്ടുകളാണ് ലിവർപൂൾ എടുത്തതിൽ. അതിൽ 6 എണ്ണം മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് ഉണ്ടായിരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 12 ഷോട്ടുകൾ എടുത്തിട്ട് 4 എണ്ണം ഓൺ ടാർജറ്റിലേക്കാണ്. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 64 ലിവർപൂൾ ഉണ്ടായ സമയത്ത് 36 പൊസിഷൻ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായിരുന്നത്. 480 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 294 പാസുകൾ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കംപ്ലീറ്റ് ചെയ്തത്. പാസിംഗ് അക്രോസ് നോക്കുകയാണെങ്കിൽ 85% ഉണ്ടായിരുന്നു, അവിടെ 68% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൗൾസ് 8 എണ്ണം കംപ്ലീറ്റ് ചെയ്തപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 14 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് 2 എണ്ണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായിരുന്നു. ഓഫ് സൈഡ് 1 കോർണേഴ്സ് ലിവർപൂൾ 9 കോർണേഴ്സ് ലിവർപൂൾ വിൻ ചെയ്തിട്ട് അതിൽ 1 എണ്ണം പോലും ഗോളാക്കാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. അത് എന്താ പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസ് അത്രയ്ക്കും കട്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4 കോർണർ മാത്രമേ കിട്ടിയിട്ടുണ്ടായത്. എന്തായാലും അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഭയങ്കര ഹാപ്പി ആയിരിക്കും ലിവർപൂളിനെയൊക്കെ പരാജയപ്പെടുത്തി. അതെ, അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഫേസ്ബുക്ക് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കും.